വന്നത് ഖുർആനിനെ ബഹുമാനിക്കണമെന്നാണ്, വലിയ ആദരവ് നൽകണമെന്നാണ്. ഒരിക്കലും നമ്മളെ നാവിൽ നിന്നോ നമ്മളെ പ്രവർത്തനങ്ങളിൽ നിന്നോ ഖുർആനിനോട് ഒരിക്കലും അനാദരവുണ്ടാവുന്ന വാക്ക് വന്നു പോകരുത്. ഖുർആൻ ഓതാതെ പോകരുത് കൂട്ടുകാരാ. ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ, റമദാന് കഴിഞ്ഞപ്പോ പൂട്ടിവെച്ചതാണ് ഖുർആൻ, നീ പിന്നെ തുറന്നില്ലേ? വലിയ പേടിയോടുകൂടെ കാണണേ. നിനക്കെതിരെ ഖുർആനെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതേ. എല്ലാ ദിവസവും ഒരു പേജ്, 2 പേജ്, 4 പേജെങ്കിലും ചുരുങ്ങിയത് ഖുർആനുമായി ബന്ധപ്പെട്. സുബഹി കഴിഞ്ഞിട്ടൊന്ന് ഖുർആനോത്. ഉമ്മമാരെ, ഖുർആനുമായി ബന്ധം വേണേ. ഇമാം നബവി തങ്ങൾ പറഞ്ഞു, ദിവസവും മുഅ്മിനായ മനുഷ്യന് ഖുർആനുമായി ബന്ധപ്പെടണം. അപ്പോൾ ചോദ്യോ, അപ്പോ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരാഴ്ചയോളം അല്ലെങ്കിൽ അതിനേക്കാൾ ദിവസം ഖുർആൻ ഓതാൻ പറ്റില്ലല്ലോ? ഇമാം നബവി തങ്ങളെ മറുപടി, ഓതാൻ കഴിഞ്ഞില്ലെങ്കിലോ അവര് ഖുർആൻ കേൾക്കട്ടെ, അല്ലെങ്കിൽ ഖുർആനിൽ നോക്കട്ടെ. നോക്കിയിട്ടോ കേട്ടിട്ടോ, മറ്റുള്ളവർ ഓതുന്നതോ അല്ലാതെയോ കേട്ടിട്ടെങ്കിലും ഓരോ ദിവസവും ഓരോരുത്തരും ഖുർആനുമായി തഅല്ലുഖ് വേണമെന്നാണ്. അത് അള്ളാന്റെ കലാമാ, നിന്റെ ദുസ്തൂറുൽ ഹയാത്താ, ജീവിത ഭരണഘടനയാ. മാറ്റി നിർത്തല്ലേ. മൂന്നാമതായി, പള്ളിയിൽ നിന്നുയരുന്ന വാങ്ക് ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ട